Brigadier Sanal, how important and how strategically significant and sensitive is Bangladesh? How strategically important is Bangladesh? നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയ്ബറാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ നമുക്ക് സൗത്ത് ഏഷ്യയിൽ നിന്ന് ഒഴിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ കൾച്ചർ, ദി കോമ്പോസിറ്റ് സൗത്ത് ഏഷ്യൻ കൾച്ചറിലെ ഒരു മേജർ കോമ്പണൻ്റാണ് ബംഗാളി കൾച്ചർ. ആ ബംഗാളി കൾച്ചർ ഡെഫിനറ്റ്ലി നോട്ട് ഓൺ റിലീജിയസ് ലൈൻസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ആക്ച്വലി കൾച്ചറൽ റൂട്ട്സ് മുഴുവൻ കാസി നസറുൽ ഇസ്ലാം ആണെങ്കിലും രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിലും ഒരേ ബംഗാളികളാണ്, ഒരേ ലിറ്ററേച്ചറാണ്, ഒരേ കൾച്ചർ റൂട്ട്സാണ്. അതുകൊണ്ട് സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ബംഗ്ലാദേശ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മോർ ദൻ എനിത്തിങ് എൽസ് അതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ തൊട്ട നെയ്ബറാണ്. നമുക്ക് ഇപ്പം ഓപ്പറേഷൻസ് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ മനസ്സിലാകും. ത്രിപുര, മണിപ്പൂർ, അസം, മേഘാലയ, ഈ 4 സ്റ്റേറ്റിൻ്റെ, പിന്നെ വെസ്റ്റ് ബംഗാൾ കൂടാതെ തന്നെ ബാക്കി മേഘാലയ, അസം, ത്രിപുര, മിസോറാം, ഇതെല്ലാം നമ്മളുടെ നെയ്ബർ സ്റ്റേറ്റ്സ് ആണ്. ഇതിലെല്ലാത്തിലും തന്നെ ഡയറക്റ്റ് ബോർഡേഴ്സ് ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ബോർഡേഴ്സിൽ ഒരെണ്ണമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത്. അതുകൊണ്ട് ബംഗ്ലാദേശ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ. പിന്നെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്സാണ് കൽക്കട്ട, ഹൗഡ, ഇതൊക്കെ പറയുന്ന പോലെ തന്നെ ചിട്ടഗോങ്, കോക്സ് ബസാറൊക്കെ. ഇതിലെല്ലാം നമ്മളുടെ വടക്കൻ നെയ്ബേഴ്സ് ചൈനീസ് ഇതെല്ലാത്തിലും കണ്ണു വെച്ചിട്ടുണ്ട്. ഇതാണ് അവർക്ക് ഡയറക്റ്റായിട്ട് കിട്ടാവുന്ന റൂട്ടുകൾ. ബർമയിൽ ചെയ്യുന്ന റൂട്ട്സ്, ബർമയിൽ തുറമുഖങ്ങൾ ഉണ്ടാക്കുന്ന കോക്സ് ബസാർ, ക്യോക്ഫോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബംഗ്ലാദേശിലാണല്ലോ അവർക്കൊരു സൗകര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബേ ഓഫ് ബംഗാൾ അവരുടേതാകാൻ അവർക്കതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു ഉപഭൂഖണ്ഡം എന്ന നിലയ്ക്ക് ഇന്ത്യ ഉള്ളപ്പോൾ നമ്മളുടെ കടലുകൾ നമ്മളുടെ തന്നെയാവണം. നമ്മൾക്കതിൽ ഡോമിനേഷൻ ഉണ്ടാവണം, നമുക്കതിൽ കൺട്രോൾ ഉണ്ടാവണം. അത് ഡിനൈ ചെയ്യാൻ ഏറ്റവും പോസിബിളായിട്ടുള്ള സ്ഥലമാണ് ബംഗ്ലാദേശിൽ അന്യരാജ്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് എത്ര കൂടുന്നോ അത്രയ്ക്ക് നമുക്ക് ഇന്ത്യയുടെ സോവറിനിറ്റിക്ക്, ഇന്ത്യയുടെ കൺട്രോളിന്, ഇന്ത്യയുടെ ഡോമിനേഷന്, ഇന്ത്യയുടെ ഇൻഫ്ലുവൻസിന് വല്ലാണ്ട് വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ട് അൺഡിനയബിളി ബംഗ്ലാദേശ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ ഇൻ ദി സ്ട്രാറ്റജിക് സ്ഫിയർ. പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊക്കെ പറയുകയാണെങ്കിലും ഈ 1947 തുടക്കത്തിലും ഓഗസ്റ്റ് 15 മുമ്പ് ഒരേ നാട്ടുകാരായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്നതാണ് നമ്മൾ. അപ്പോൾ ഇവരെ നമ്മൾ അല്ലാതെ ആക്കാൻ, അവരല്ല എന്ന് പറയുന്നത്, നമ്മളല്ല എന്ന് പറയണമെങ്കിൽ അതിൻ്റെ സ്വല്പം സമയമെടുക്കും. പ്യുവർ റിലീജിയസ് ബേസിസിൽ പലപ്പോഴും പലർക്കും ചിന്തിക്കാം. അത് പൊളിറ്റിക്കൽ ലിവറേജ് കിട്ടുന്ന കാര്യങ്ങളാണ്. അതിന് അൺഡിനയബിൾ, അബ്സല്യൂട്ട്ലി, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡിവിസീവ് പൊളിറ്റിക്സിൽ വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. നമ്മളുടെ ബേസിസ് ഉണ്ട്, നമുക്കതിൽ അവിടെ ഒരു ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ടെമ്പററി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ 2 ഗവൺമെൻറ് വരുമ്പോഴുള്ള ഒരു ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ബംഗ്ലാദേശാണ് നമുക്ക് വേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക്കലി എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബേ ഓഫ് ബംഗാളും അതിലെ ഉപയോഗങ്ങളെല്ലാം. റൈറ്റ് സർ, ഒരു ചോദ്യം. സാം മനേക്ഷാ എന്ന വീരനായകൻ, സാങ് മനേക്ഷാ എന്ന സൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ റോൾ? ഫീൽഡ് മാർഷൽ സാം മനേക്ഷാ പറ്റി നമുക്ക് വാചാലനാകാൻ എളുപ്പമാണ്. സാം മനേക്ഷയെ പറ്റി വാചാലനാകാൻ എല്ലാവർക്കും എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ബിഗർ ദാൻ ലൈഫ് ക്യാരക്ടറാണ് അദ്ദേഹം. 71 വാറിലെ പെർഫോമൻസിൽ ചെയ്തത് കാരണം അദ്ദേഹത്തിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐ തിങ്ക് ഈ 71 വാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പറയുകയാണെങ്കിൽ 3-4 കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒന്ന്, മിലിറ്ററിലി ചെയ്യേണ്ട കാര്യങ്ങളിൽ രാഷ്ട്രീയം ഇടപെടാതെ, രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. മാർച്ച് ഏപ്രിലിൽ പ്രധാനമന്ത്രി ഒരു ആർമി ചീഫിനോട് പറയുകയാണ്, നമുക്ക് ഇത് വേണം, നിങ്ങൾക്ക് എന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പം തയ്യാറല്ല, ഇപ്പം പറ്റില്ല,
പറയാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ മനക്ഷയുടെ മെമ്മോയിസിലുണ്ട് ഇത്. മനക്ഷ പറഞ്ഞിടത്തുണ്ട് ഇതിങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞു ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് കണ്ടിന്യാണെങ്കിലും പറഞ്ഞിട്ടല്ലോ. രണ്ടാമത് ഇത് ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഇൻ്റർ സർവീസ്, എയർഫോഴ്സ്, നേവി, പൊളിറ്റിക്കൽ, പോലീസ്, ലോജിസ്റ്റിക്സ്, ഒരു എത്ര സ്റ്റേറ്റുകളാണ്, ഇന്ത്യയുടെ എത്ര സ്റ്റേറ്റുകളാണ് ഇൻവോൾവ് ആണ്, ഇതിലെല്ലാത്തിലും ഇൻവോൾവ് ചെയ്ത് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ റോൾ ഈസ് ആബ്സല്യൂട്ട്ലി ഇൻകംപറബിൾ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ കഴിവും കൂടിയാണ്. ബിക്കോസ് ഇഫ് യു റിമെമ്പർ ഫീൽഡ് മാർഷൽ മാനക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം MOയിൽ പാർട്ടീഷൻ്റെ ടൈമിൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടറിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അന്ന് മുതലേ പരിചയമുള്ള ആൾ, എന്താണ് ഇതിൽ പ്രശ്നങ്ങൾ വരിക എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം അതിൽ ഉപയോഗിച്ചു എന്നാണ് എൻ്റെ പക്ഷം. എല്ലാ കോർഡിനേഷൻ ബിറ്റ്വീൻ അതർ ഏജൻസീസ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് ഉണ്ട്, അല്ലാതെ തന്നെ അതർ ഏജൻസിയുമായിട്ടുള്ള കോർഡിനേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് അത് സാറ്റിസ്ഫൈഡ് ആക്കി കഴിഞ്ഞിട്ട് മാത്രമേ മിലിറ്ററി ഓപ്പറേഷന് പോയുള്ളൂ എന്നുള്ളതാണ് ഐ തിങ്ക് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സിംഗുലർ മേജർ കോൺട്രിബ്യൂഷൻ. പിന്നെ അദ്ദേഹം ഓഫ് കോഴ്സ് ജവാന്മാരുടെ ഇടയ്ക്കലും എക്സിക്യൂട്ടീവ് ഏജൻസീസ്, അതായത് ട്രൂപ്സ് ഇൻ ദ ഫീൽഡിനടുക്ക് പോകാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. അദ്ദേഹം അവിടെ പോയി എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈ എക്സാമ്പിൾ ഒരാൾ പോകുമ്പോൾ ഒരു ജനറൽ, നമ്മുടെ ഒരു ചീഫ് നമ്മുടെയൊക്കെ വന്ന് ഒരു കപ്പ് ചായ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പവർ ഓഫ് ഇൻഫ്ലുവൻസ് ചെറുതല്ല. അത് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ഹിസ് മേജർ ട്രേറ്റ്സ് ആണ്. പിന്നെ എല്ലാവരോടും ചിരിച്ചും എല്ലാവരോടും കളിച്ചും എല്ലാവരെയും തമാശ പറഞ്ഞും കയ്യിലെടുക്കുന്ന ഒരു കേപ്പബിലിറ്റി അദ്ദേഹത്തിന് പണ്ടേ ഉണ്ടായിരുന്നതാണ്. അത് വിവിഡായിട്ട് ഈ യുദ്ധത്തിൻ്റെ ബേസിസിൽ കാണാവുന്നതാണ്. അപ്പോൾ സാം മാനെക്ഷോ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ഇൻഫ്ലുവൻസ് ആണ്. ആഫ്റ്റർ ഓൾ അദ്ദേഹം ഹി വാസ് നോട്ട് ഈവൻ പ്രൈമസ് ഇന്റർ പാരസ്. അതായത് 3 ചീഫ്സും ഒരേ ലെവലിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അദ്ദേഹമാണ് അത് മുഴുവൻ നയിച്ചത്. അദ്ദേഹം ചെയർമാൻ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ആയിരുന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്.